പരാതി ഇരകൾ തന്നെ തരികയാണെങ്കിൽ കേസെടുക്കാമെന്നായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും FIR ഇല്ലാതെ തന്നെ കേസെടുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നത്. എന്നാൽ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണെന്നാണ് ഒരു സംശയം. പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം IPS ഓഫീസർമാരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിയമിച്ചിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ അനുഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നടികൾ മുന്നോട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാഥമിക അന്വേഷണം ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ലളിതകുമാരി കേസിൽ പറയുന്നത് പോലെ റേപ്പ് പോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടോ എന്നൊരു ചോദ്യവും പ്രശസ്തമാണ്. സാധാരണ രീതിയിൽ പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തുന്നത് ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം അങ്ങനെയുള്ള കേസുകൾ, അതുപോലെ ദാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കേസുകൾ, അതുപോലെ തന്നെ വാണിജ്യ തർക്കം, മെഡിക്കൽ നെഗ്ലിജിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് കേസെടുക്കുന്ന രീതിയുള്ളത്. ഇത് അതുപോലുള്ള ഒരു കേസല്ല. അപ്പോൾ പ്രാഥമിക ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഓൾറെഡി അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നടിമാരെ മുന്നോട്ട് കടന്നു വന്ന ഒരു സാഹചര്യത്തിൽ ഒരു FIR ഇട്ട് വേണ്ടേ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്കിൽ മാത്രമാണ് അത് വേണ്ടത്ര രീതിയിൽ ആ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു കേസിനും ഒരു FIR വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാക്ഷികളെ വിസ്തരിക്കുന്നതും അതുപോലെ തൊണ്ടി മുതലായവ കണ്ടെത്തുന്നതും പിന്നീട് റെയ്ഡ് മുതലായ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ FIR ഇട്ട് വേണം കേസെടുക്കാൻ. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവിടെ എന്താണ്, ഒരു പ്രാഥമിക അന്വേഷണത്തിന് കുറച്ച് IPS ഉദ്യോഗസ്ഥരെ നിയമിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റിസ് ഹേമ സീനിയർ ഹൈക്കോർട്ടിൽ ജഡ്ജിയായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർ നൽകിയ ഒരു റിപ്പോർട്ടിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. റിപ്പോർട്ടിൽ പൂർണ്ണരൂപം ഇല്ലാത്തതുകൊണ്ടും അതിനകത്ത് പേരുകൾ ഒക്കെ മറച്ചു വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു കേസെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല 2 വർഷത്തോളം ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ കാര്യങ്ങളിലേക്കും കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൊഹൻസീവ് കുറ്റകൃത്യം ചെയ്തു എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനം പോലുമില്ല. ശരിക്കും നേരിട്ടൊരു കേസെടുത്ത് ഒരു FIR ഇട്ട് അന്വേഷിക്കേണ്ട കേസാണിത്. ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? നമുക്ക് അതിലേക്കൊന്ന് പോകാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ പ്രസ്തുത മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് അതിൽ ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കാൻ പോലീസ് IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസുമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് എടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെ സംബന്ധിച്ച് യാതൊരു കേസും വരുന്നില്ല. നിലവിലൊരു കേസെടുക്കാൻ തീരുമാനിക്കുന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ ചാനലുകൾ, അങ്ങനെയുള്ള ചാനലുകളിൽ നേരിട്ട് അഭിമുഖങ്ങൾ നടത്തുന്നതും പ്രസ്താവനകൾ നടത്തുന്നതുമായിട്ടുള്ള ചില നടികളുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് അവരെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ അതിനെപ്പറ്റി തിരക്കാനാണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കേസെടുക്കലല്ല, ഒരു അന്വേഷണമല്ല, ഒരു പ്രാഥമിക അന്വേഷണമല്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കണ്ണിൽ പൊടിയിട്ട് കാര്യങ്ങളിൽ നിന്നും തടിതപ്പാൻ നോക്കുന്ന ഒരു രീതിയാണ് മനസ്സിലാകുന്നത്. FIR ഇല്ലാതെ നടത്തുന്ന ഒരു കേസ് അന്വേഷണത്തിൽ വലിയ പ്രാധാന്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല ഇരകളെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടന്നിരിക്കും. അങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങളും ഇവിടെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു
വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്ന സ്ത്രീകളെ നേരിട്ട് കാണുകയും പ്രത്യേകിച്ച് മൊഴി കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളുമൊക്കെ സംസാരിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നടിമാരെ നേരിട്ട് കാണുകയും ഈ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ വിജയിക്കാനുള്ള സാധ്യതയില്ല, വേണ്ടത്ര തെളിവുകളില്ല, നിങ്ങളുടെ പുറകിലുള്ളവർ വലിയ പിടിപാടുള്ളവരാണ്, പ്രശസ്തരാണ്, അതുകൊണ്ട് ഈ ഒരു കേസിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നാളെ ഒരു ബലാത്സംഗം ഈ കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും അതിനുശേഷം പ്രാഥമിക അന്വേഷണം നടത്തുകയും അങ്ങനെയുള്ളൊരു നടപടിക്രമമാണ് വേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു നടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് മുന്നോട്ട് കടന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ അത് ആളുകൾക്ക് കൂടുതൽ വിശ്വാസയോഗ്യമാവുകയല്ലേ ചെയ്യുക. സർക്കാർ ഇരയ്ക്കൊപ്പമാണ് എന്നും നമുക്ക് കരുതുവാനും സാധിക്കും. സർക്കാരിന് മുമ്പിൽ ഈ കേസ് തേച്ചുമാച്ച് കളയാനുള്ള ഒരു നടപടിക്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ സർക്കാർ 4.5 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂത്തിവെച്ചു. ഇപ്പോഴാണ് പുറത്തു വന്നത്. അത് സർക്കാരല്ല പുറത്തുവിട്ടത്, അത് പുറത്തുവിടേണ്ടതായിട്ട് വന്നു. പുറത്തുവിട്ടത് എങ്ങനെയാണ്? അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള പേരുകൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം വന്നിട്ടുമില്ല. ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത് സർക്കാരിന് മുന്നിൽ ഈ ഒരു കേസിനെ തേച്ചുമാച്ച് കളയുവാനുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. ശരിക്കും സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സ്ത്രീകളെ കാണുകയും ഇനിയും സ്ത്രീകൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി നടികൾ മുന്നോട്ടേക്ക് കടന്നു വരികയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നടിമാർ മുന്നോട്ട് കടന്നു വരുന്നത്. അവർക്കപ്പോഴാണ് ഒരു ധൈര്യം ലഭിച്ചത്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്, പുരുഷ നേതാക്കന്മാരും സ്ത്രീ നേതാക്കന്മാരും രഞ്ജിത്തിനു നേരെ അണിനിരക്കുന്നതാണ് നാം കണ്ടത്. ഇരയുടെ കൂടെയല്ല എന്നാണ് ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് പറയുന്നത് എന്താണ്? ആരുടെയോ കോടാലിക്കൈയായി പ്രവർത്തിക്കുകയാണ് ഇങ്ങനെയുള്ള നടിമാർ. അതുകൊണ്ടാണ് ഒരു വെളിപ്പെടുത്തലുകൾ നടത്തി മുന്നോട്ട് കടന്നു വരുന്നത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിനകത്തിപ്പോൾ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നടിമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളുമൊക്കെയായി കേസന്വേഷണം ഒന്ന് നടത്തുകയും അതിനുശേഷം നടിമാർ ഒരു പക്ഷേ പറയാം നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം അവിടെ വെച്ചുകൊണ്ട് തന്നെ കെട്ടടങ്ങും എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ പോലീസുകാരും പറയുമായിരിക്കാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിമാരൊക്കെ ഇതിൽ നിന്നും പിന്മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴത്തേക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പയ്യെ മറക്കാൻ തുടങ്ങും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ഇതിൻ്റെ വാർത്താ പ്രാധാന്യം കുറഞ്ഞു പോവുകയും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചർച്ചയും കാര്യങ്ങളും പയ്യെ ഇല്ലാതാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്